ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും അനുഗ്രഹപൂർവമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ അനുദിന പ്രഭാത തിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ പുതിയ ദിവസത്തിനായിട്ട് നന്ദിയോട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് ദൈവവചനം കേൾക്കുകയും ആ വചനം നമ്മുടെ ജീവിതത്തെ നയിക്കുവാൻ ഇടയാക്കുകയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ മനോഹരമായ പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്നത്തെ തിരുവചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന വചനമായി മാറുവാൻ അവിടുന്ന് കൃപ നൽകണമേ. ഞങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. ഈ ധ്യാനത്തിലൂടെ ഞങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുവാനും അങ്ങയോടുള്ള ആശ്രയം വർദ്ധിക്കുവാനും ഇടയാക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 30 മുതൽ 33 വരെയുള്ള തിരുവചന ഭാഗം. നീ സമ്പന്നമായി ദേശമടക്കുന്നതുവരെ ഞാൻ അവരെ കുറേശ്ശെ നിന്റെ മുൻപിൽ നിന്ന് ഓടിച്ചു കളയും. ഞാൻ നിന്റെ ദേശം ചെങ്കടൽ തുടങ്ങി ഫിലിസ്ത്യരുടെ കടൽ വരെയും മരുഭൂമി തുടങ്ങി നദി വരെയും ആക്കും. ദേശത്തിലെ നിവാസികളെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. നീ അവരെ നിന്റെ മുൻപിൽ നിന്ന് ഓടിച്ചു കളയും. അവരുടെ ദേവന്മാരോടെങ്കിലും നീ ഉടമ്പടി ചെയ്യരുത്. നീ എന്നോട് പാപം ചെയ്യുവാൻ അവർ ഹേതുവായി തീരാതിരിക്കേണ്ടതിന് അവർ നിന്റെ ദേശത്ത് വസിക്കരുത്. നീ അവരുടെ ദേവന്മാരെ സേവിച്ചാൽ അത് നിനക്ക് കെണിയായിത്തീരും. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ തിരുവചന ഭാഗത്തിൽ ദൈവം തൻ്റെ ജനത്തോട് ഒരു പ്രധാന സത്യം വെളിപ്പെടുത്തുന്നു. വാഗ്ദത്ത ദേശം അവർക്ക് നൽകുമെന്നും ദൈവം ഉറപ്പു നൽകുന്നു. എന്നാൽ ആ ദേശം ഒരൊറ്റ ദിവസത്തിലല്ല, അല്പാൽപമായി അവർക്ക് സ്വന്തമാകുമെന്ന് ദൈവം പറയുന്നു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഉടൻ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ ദൈവം പ്രവർത്തിക്കുന്നത് അവിടുത്തെ സമയക്രമപ്രകാരമാണ്. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളും വിജയങ്ങളും പലപ്പോഴും ഒരു പ്രക്രിയയിലൂടെയാണ് വരുന്നത്. കാരണം നാം അതിനായി വളരുകയും തയ്യാറാകുകയും വേണം. ഇവിടെ ദൈവം ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുന്നത് ക്ഷമയുടെയും വിശ്വാസത്തിൻ്റെയും ഒരു വലിയ പാഠമാണ്. ദൈവം ആരംഭിച്ച പ്രവൃത്തി അവിടുന്ന് പൂർത്തിയാക്കും. എന്നാൽ അത് അവിടുത്തെ ജ്ഞാനപ്രകാരവും സമയപ്രകാരവുമായിരിക്കും. മറ്റൊരു പ്രധാന സന്ദേശം ചുറ്റുമുള്ള വിഗ്രഹ ആരാധനകളുടെയും പാപത്തിൻ്റെയും സ്വാധീനത്തിൽ നീ വീണു പോകരുത് എന്നാണ്. ദൈവത്തോട് പൂർണ്ണ വിശ്വസ്തത പുലർത്തണമെന്ന് ഈ തിരുവചന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ലോകത്തിൻ്റെ പല ആകർഷണങ്ങളിലും ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുവാൻ ശ്രമിക്കുന്നു. എന്നാൽ ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ ഉറച്ചു നിൽക്കുവാൻ നാം വിളിക്കപ്പെട്ടവരാണ്. അതിനാൽ ഇന്ന് നമുക്ക് ഓർക്കാം, ദൈവം വൈകുന്നില്ല, അവിടുന്ന് ഒരുക്കുകയാണ്. ദൈവം മറന്നിട്ടില്ല, അവിടുന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സമയം ഏറ്റവും നല്ല സമയമാണ്. പ്രിയ ദൈവമക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാനിധിയായ ദൈവമേ, ഇന്നത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. ഞങ്ങളുടെ ജീവിതങ്ങളിൽ അങ്ങ് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ നിറവേറുവാൻ കാത്തിരിക്കുന്ന ഓരോരുത്തർക്കും ക്ഷമയും വിശ്വാസവും അവിടുന്ന് നൽകണമേ. അങ്ങയുടെ സമയത്തെ വിശ്വസിക്കുവാനും അങ്ങയുടെ വഴികളിൽ നടക്കുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ വീഴാതെ അങ്ങയോട് വിശ്വസ്തരായി ജീവിക്കുവാൻ അവിടുന്ന് കൃപ നൽകണമേ. രോഗികളായിരിക്കുന്നവരെ സൗഖ്യമാക്കണമേ.
ദുഃഖിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുഗ്രഹത്തിൻ്റെ പുതിയ വാതിലുകൾ തുറന്നു നൽകണമേ. കുടുംബങ്ങളിൽ സമാധാനവും ഐക്യവും നൽകണമേ. ഈ ദിവസം മുഴുവൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.